ആരും കാണാ പുലരികൾ കാണാം പഞ്ചവർണ്ണ കുളിർ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു 5.2 ആംപ്ലിഫയർ ആണ്. ഇത് സബ്ബൂഫറിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് 300-600 വാട്ട്സിലാണ് രണ്ട് ചാനൽ വരുന്നത് സബ്ബൂഫറിൻ്റെ. JBLൻ്റെ രണ്ട് സബ്ബൂഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് സബ്ബൂഫറിൻ്റെ ആമ്പ് ചെയ്തിരിക്കുന്നത്. അതായത് 5.2 ആയിട്ട് താഴെ ഇരിക്കുന്നത് 5 ചാനൽ ആംപ്ലിഫയർ ആണ്. അതും 52001943 വരുന്ന 5 ചാനൽ ആംപ്ലിഫയർ ബോർഡ് ആണ് അതിൽ വെച്ചിരിക്കുന്നത്. താഴെ ഇരിക്കുന്ന 5 ചാനൽ ആംപ്ലിഫയർ 100 വാട്ട്സ് വെച്ചിട്ടാണ് ഒരു ചാനൽ കിട്ടുക. ഇത് രണ്ടും കൂടി നമുക്ക് 1100 വാട്ട്സ് ഉണ്ടാവും. അതായത് 600 വാട്ട്സ് മേലത്തെ സബിൻ്റെ ആംപ്ലിഫയറും താഴത്തെ ആംപ്ലിഫയർ 500 വാട്ട്സും ഉണ്ടാവും. ഒരു ചാനൽ 100 വാട്ട്സ് വെച്ചിട്ട് 5 ചാനൽ താഴത്തെ ആംപ്ലിഫയർ. മേലത്തെ സബിൻ്റെ ആംപ്ലിഫയർ 300-600 വാട്ട്സ് 5.2 ആയിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയർ ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ. അതുപോലെ തന്നെ ഡോൾബി പ്രോലോജിക് 2 സപ്പോർട്ട് ചെയ്യും ഈ ഒരു ആംപ്ലിഫയറിൽ. അതുപോലെ തന്നെ ഇതിൽ ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് കോആക്സിയൽ ഇൻപുട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്. പിന്നെ HDMI ഇൻപുട്ടും ഈ ഒരു ആംപ്ലിഫയറിലുണ്ട്. ഇതിൻ്റെ സ്പീക്കർ, ഇതിൻ്റെ അടുത്തിരിക്കുന്ന സ്പീക്കർ ബോക്സുകളൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. ഇത് വേറെയാണ്. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നതാണ്. സെൻട്രൽ സ്പീക്കറും ലെഫ്റ്റ് റൈറ്റും ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വർക്കിംഗ് തന്നെ ഈ ഒരു ആംപ്ലിഫയറിന് നമുക്ക് കിട്ടും. ഇതിൽ പ്രോലോജിക്ക്, അതായത് നല്ലൊരു MP3 സോങ് ഒക്കെ ഇടുകയാണെങ്കിൽ പ്രോലോജിക്കൊക്കെ നല്ല എഫക്റ്റ് ആയിരിക്കും. പ്രോലോജിക്ക് കറക്റ്റ് 5.1 മോഡലിൽ വർക്ക് ചെയ്യും. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് കമ്പനി ആംപ്ലിഫയർ ആയിട്ട് താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. അതായത് ഡനോൺ, യമഹ പോലത്തെ ആംപ്ലിഫയർ ആയിട്ടൊന്നും ഇത് താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. കമ്പനി ഡനോണിൻ്റെ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് ഒന്നും ഇതിന് കിട്ടില്ല. അതുപോലെ തന്നെ യമഹേൻ്റെ ആംപ്ലിഫയർ, അതിൻ്റെ ഒന്നും വർക്കിംഗ് ഒന്നും ഒരിക്കലും ഒരു അസംബ്ലി ചെയ്യുന്ന ആംപ്ലിഫയറിന് നമുക്ക് കിട്ടില്ല. അത്യാവശ്യം നല്ല സ്പീക്കറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വർക്കിംഗ് കിട്ടും. ലോക്കൽ സ്പീക്കറുകൾ ഇതിൽ ഉപയോഗിക്കാണ്ട് നിൽക്കുക. കമ്പനി ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഡോൾബി DTS ഡീകോഡ് ചെയ്യുന്ന ചിപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അവരുടെ ചിപ്പുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. നമുക്കതൊന്നും പുറമെ വാങ്ങാൻ കിട്ടില്ല. അതായത് അതുപോലുള്ള ഡീകോഡുകളൊന്നും നമുക്ക് പുറമെ വാങ്ങാൻ കിട്ടില്ല. ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനലിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അതായത് നല്ല ക്വാളിറ്റിയുള്ള തന്നെയാണ് ബനാന ചോക്കറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കറിൻ്റെ ഔട്ട് എടുക്കാനുള്ള ചോക്കറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തന്നെയാണ്. ഈ സബ്ബൂഫറിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത് സബിൻ്റെ വോളിയം കൂട്ടാനുള്ള ഒരു കൺട്രോളും അതുപോലെ തന്നെ ഒരു പവർ സ്വിച്ചുമാണ്. അതുപോലെ തന്നെ 5 ചാനൽ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത് ഒരു മാസ്റ്റർ വോളിയം, അതുപോലെ തന്നെ സറൗണ്ട്, സെൻട്രൽ വോളിയം, അതുപോലെ ബാസ്, ട്രബിള്, മിഡ് കൺട്രോളും പിന്നെ ഇതിൻ്റെ സെലക്ടർ സ്വിച്ചുമാണ് വരുന്നത്. പിന്നെ ഒരു പവർ ബട്ടനുമാണ് വരുന്നത്. ഇതിൻ്റെ 5 ചാനലിന് വേണ്ടി സ്പീക്കർ 4 ohmസിൻ്റെ സ്പീക്കർ ഉപയോഗിക്കുകയാണ് നല്ലത്. 100 വാട്ട്സ് വേണ്ട, ഏകദേശം 60 വാട്ട്സിൽ വരുന്ന സ്പീക്കറുകൾ ഉപയോഗിക്കുക നല്ലത്. ഇത് സബിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സബിന് നല്ല പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആംപ്ലിഫയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സബിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പഞ്ച് തന്നെ കിട്ടും. അതായത് കൃത്യമായിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടും.